സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷം ഞാൻ ആദ്യത്തെ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മുഴുവൻ വായിച്ച് നോക്കിയില്ല. പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ ഈശോ എനിക്കൊരു മെസ്സേജ് തരികയായിരുന്നു. അതിങ്ങനെയാണ്: അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഗലീലയിലേക്ക് പുറപ്പെട്ടു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഈ തിന്മയുടെ ലോകത്തിൽ ജീവിക്കുവാൻ നാം പരിശുദ്ധാത്മാവിൽ നിറയണം. വിജാതിയുടെ ഗലീലി എന്നറിയപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് യേശു പോയത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ്. നമ്മൾ വീഴുന്നതിൻ്റെ കാരണം മനസ്സിലായോ? തളരുന്നതിൻ്റെ കാരണം മനസ്സിലായോ? പരിശുദ്ധാത്മാവിലുള്ള നിറവില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്കും അവനോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണ് പരിശുദ്ധാത്മ സാന്നിധ്യം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാ